നിങ്ങളിൽ പലർക്കും നമ്മുടെ ബോണി എങ്ങനെയാണ് ലൂഫിനെ പോലെ ഒരു നിക്കായി മാറിയെന്നതിൽ ചെറിയൊരു ഡൗട്ട് കാണത്തില്ലേ? ആ ഡൗട്ട് നിങ്ങൾ ഫുള്ളി മറന്നേക്ക്. കാര്യം അതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോണിയുടെ ഡെവിൾ ഫ്രൂട്ടിനെ പറ്റിയാണ്. തോഷി തോഷി നോമി അഥവാ ഏജ് ഫ്രൂട്ട്. ഈ ഫ്രൂട്ടിന്റെ ബേസിക് ആയുള്ള പവർ തന്നെ ഏജ് മാനിപ്പുലേഷൻ ആണ്. ഒരാളെ തന്നെ യങ്ങർ ഫോമിലേക്കും അതേപോലെ തന്നെ ഓൾഡർ ഫോമിലേക്കും ഈ ഡെവിൾ ഫ്രൂട്ടിനെ എത്തിക്കാൻ സാധിക്കും. സോ ഇത് തന്നെയാണ് ആ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ബോണിക്കും ഒരു പാസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫ്യൂച്ചർ അങ്ങനെയല്ല, വാസ്റ്റ് ആണ്. അതായത് പല പല പോസിബിലിറ്റീസ് ഈ ഫ്യൂച്ചറിലുണ്ട്. ആ ഓരോ പോസിബിലിറ്റീസ് ആണ് ബോണി ഓരോ തവണ യൂസ് ചെയ്യുന്നത്. ലൂഫിയുടെ സംസാരം കേട്ട് പുള്ളിക്കാരി നന്നായിട്ട് മോട്ടിവേറ്റ് ആകുകയും അതിൽ നിന്ന് ഒരു ഫ്യൂച്ചറി, അതായത് പുള്ളിക്കാരി ഏറ്റവും ഫ്രീസ്റ്റ് ആയുള്ള ഒരു ഫ്യൂച്ചറിന്റെ പോസിബിലിറ്റിനെ പുള്ളിക്കാരി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞാൽ അത് ഗിയർ 5 അല്ലെങ്കിൽ നിക്ക ഫോം ഒന്നുമല്ല, അത് പ്യൂർലി ഒരു ഇമിറ്റേഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരിക്ക് അധികം നേരം ആ ഫോമിൽ നിൽക്കാൻ പറ്റാത്തതും. ഇനി നമ്മുടെ ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ട് പോലെ തന്നെ ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഏകദേശം സിമിലർ ആണ്. യൂസറിന്റെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനുമാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ ഈ ഡെവിൾ ഫ്രൂട്ടിനെ നമ്മുടെ ബോണി യൂസ് ചെയ്ത പോലെ യൂസ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ നമുക്കറിയാം ബോണി ഒരു കൊച്ചു കുട്ടിയാണ്. സോ ആ രീതിയിലാണ് പുള്ളിക്കാരി ചിന്തിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ബോണിക്ക് ആ നിക്ക ഫോം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അതൊരിക്കലും നിക്ക ഫോം അല്ല, അത് ജസ്റ്റ് ഒരു ഇമിറ്റേഷൻ മാത്രമാണ്.